ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ആ 3 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ സം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പ്രോഡക്റ്റിനകത്തുനിന്ന് നമുക്ക് സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, പക്ഷേ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു 3 കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സിന്റെ സം എന്ന് പറയുന്നത് അത് ഓൾവേസ് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരേ ഒരു നമ്പർ 39 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഗാർഡനറിന് 1296 പ്ലാന്റ്സിന് റോസും കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്യണം. റോസിന്റെയും കോളംസിന്റെയും നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഈ നമ്പർ ഒരു സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ നമ്മളോട് റോ എത്രയാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഈ റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ ഈ നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് റോയുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ 1296 സ്ക്വയർ റൂട്ട് കാണാൻ ഡയറക്ട്ലി നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 6 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും. പിന്നീട് നമുക്ക് നോക്കേണ്ടത് 12ന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന അതിനേക്കാൾ ലെസ് ആയിട്ടുള്ള സ്ക്വയർ നമ്പർ 9 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. സോ ഒന്നുകിൽ നമ്മുടെ ആൻസർ 36 ആയിരിക്കും അല്ലെങ്കിൽ 34 ആയിരിക്കും. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സ്ക്വയർ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 3 അതിന്റെ നെക്സ്റ്റ് ഇൻറ്റിജറായ 4ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ നമ്പർ അതിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് ഇതിലെ ചെറുത് ചൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ നമ്പർ അതിന് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 36 എന്ന് എടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് 36 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 36ന്റെ സ്ക്വയർ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം. 6ന്റെ സ്ക്വയർ 36 നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുക. 3യുടെ സ്ക്വയർ 9, 3 ഇൻറ്റു 6 ഇൻറ്റു 2 അതും 36 ആണ് വരിക. യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 6, 6 പ്ലസ് 3 9, 9 പ്ലസ് 3 12. സോ 1296 എന്ന് 36ന്റെ സ്ക്വയർ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റം ഒരു പേഴ്സൺ ബോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് തന്നിട്ടുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസ് അറിയാം, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സെല്ലിംഗ് പ്രൈസും അറിയാം. ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 2100 മൈനസ് 18900. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0012100 എന്ന് കിട്ടും. ഇതാണ് ലോസ്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ CP, ദാറ്റ് ഈസ് ആക്ച്വലി ഇൻറ്റു 100 ആണ്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 10% എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഈ സീക്വൻസിലെ നെക്സ്റ്റ് നമ്പർ ആണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 5 ആണ്. അതിനോട് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. നെക്സ്റ്റ് 10നോട് നമ്മൾ 4 മൾട്ടിപ്ലൈ ചെയ്താൽ 40. 40യോട് നമ്മൾ അടുത്തത് 8 മൾട്ടിപ്ലൈ ചെയ്താൽ 320. അപ്പോൾ ഇത് 2ന്റെ പവേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 320യോട് നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അടുത്ത പവറായ 2. ഇതിപ്പോൾ 2⁻1, ഇത് 2 സ്ക്വയർ, ഇത് 2 ക്യൂബ് ആണ്. അടുത്തത് 2⁴, അതായത് 16ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 5120 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മളോട് സം ഓഫ് നമ്പേഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. നമുക്ക് ഈ നമ്പറിന്റെ സമ്മ് കാണേണ്ടത് 12. ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുക. 24നെ ഞാൻ 12 ഇൻറ്റു 2 എന്ന് റെപ്രസെന്റ് ചെയ്തു. 36 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 3, അതുപോലെ 48 12 ഇൻറ്റു 4. അങ്ങനെ നമുക്ക് 12 ഇൻറ്റു 10 വരെയാണ് സമ്മ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 12 ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ 10 വരെയുള്ള സമ്മാണ്. 10 നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് അറിയാം, 55 ആണെന്ന് അറിയാം. അറിയാത്തവർക്ക് വേണമെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1/2 ഫോർമുല യൂസ് ചെയ്യാം. 10 ഇൻറ്റു 11/2 യൂസ് ചെയ്യാം. അപ്പോൾ 55 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നമ്പേഴ്സ് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് 10 ആണെങ്കിൽ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അപ്പോൾ അതിനെ തന്നെ ഒന്നുകൂടി റെപ്രസെന്റ് ചെയ്താൽ മതി, 55 എന്ന് എഴുതാം. സോ ആൻസർ വരുന്നത് 12 ഇൻറ്റു 55 ആണ് വരുന്നത്. 12 ഇൻറ്റു 55 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 550 പ്ലസ് 2 ഇൻറ്റു 55 വരുമ്പോൾ 110 ആണ്. നമുക്ക് ആൻസർ വരുന്നത് 660 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു ക്രിക്കറ്ററിന്റെ ആവറേജ് 10 ഇന്നിങ്സിൽ വരുന്ന ആവറേജ് 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3 ഇന്നിങ്സിൽ കൂടെ ആള് സ്കോർ ചെയ്യുന്നത് 70 ആണ്. അപ്പം
അവരുടെ ആവറേജ് സ്കോർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 13 ഇന്നിങ്സിന്റെ ടോട്ടൽ റൺ അറിയണം. ഓൾറെഡി 10 ഇന്നിങ്സിന്റെ ടോട്ടൽ സ്കോർ ആവറേജ് 45 ആയതുകൊണ്ട് 45 ഇൻറ്റു 10 ചെയ്താൽ 10 ഇന്നിങ്സിന്റെ സ്കോർ 450 ആണെന്ന് കിട്ടും. അടുത്ത 3 ഇന്നിങ്സിൽ നമുക്ക് 70 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13 ഇന്നിങ്സിന്റെ സ്കോർ 520 എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ 520 ഡിവൈഡഡ് ബൈ 13 ആണ് വരുന്നത്. സോ 40 ആണ് ആവറേജ് റൺസ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ് ഒരു വർക്ക് 10 ഡേയ്സ് കൊണ്ട് ചെയ്യുന്നു. സോ എക്സ് ചെയ്യുന്നത് ഒരു ദിവസം ചെയ്യുന്നത് ആ വർക്കിന്റെ 1/10 ആണ്. എക്സും വൈയും കൂടെ ആ ജോബ് ചെയ്യുന്നത് 6 ഡേയ്സ് ആണ്. അതായത് എക്സിനെയും വൈയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ആ വർക്കിന്റെ 1/6 പാർട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വൈ ചെയ്യുന്ന വർക്ക് കാണണമെങ്കിൽ 1/6 1/10 മൈനസ് ചെയ്യുക. സോ 10 - 6/60 ആണ് വരിക. 4/60 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 എന്ന് 1/15 ആണ് വരുന്നത്. വൺ ഡേ വൈ ചെയ്യുന്ന 1 ഡേയ്സ് വർക്കാണ് 1/15 എന്ന് വെച്ചാൽ വൈ ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ 15 ഡേയ്സ് ആയിരിക്കും വരുന്നത്. ഇവിടെ ₹24,000 എക്കും ബിക്കും ആയിട്ട് ഷെയർ ചെയ്യുന്ന റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 7:5. അപ്പൊ നമുക്ക് ബിക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ 5 ഡിവൈഡഡ് ബൈ 7 + 5 12. 5 ഡിവൈഡഡ് ബൈ 12 24,000 ആയിരിക്കും ബിക്ക് കിട്ടുന്ന പാർട്ട്. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2000 ഇൻറ്റു 5. സോ 10,000 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ കമ്പയർ ചെയ്താൽ മതി. ന്യൂമറേറ്റർ വലുതാവും തോറും നമ്പർ ഫ്രാക്ഷൻ വലുതാവും. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ട് വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും സ്മോളസ്റ്റ്. സോ ഇവിടെ ന്യൂമറേറ്റർ ചെറുതായിട്ടുള്ളത് 9/15 ആണ്. സോ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 9/15. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.